ഹലോ ഗൈസ്, മീ ആൻഡ് മാഡീസ് വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഒരുപാട് കാലമായി വ്ളോഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കാവ്യ അവളുടെ ചാനലിൽ ഡെയിലി വീഡിയോസ് ഇടാറുണ്ട്. ഞാൻ ഇന്ന് വർക്ക് എടുക്കാൻ വന്ന് നിൽക്കുന്നത് ആറന്മുള അമ്പലത്തിലാണ്. വള്ളസദ്യയാണ് ഇന്നത്തെ എൻ്റെ വർക്ക്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഗൈസ്, ഈ വള്ളം ഇവിടെ എടുക്കുന്നതിന് മുമ്പ് ചെറിയ അലങ്കാരപ്പണികളൊക്കെ ഉണ്ട്, മണിയൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ക്യാപ്റ്റൻ, പുള്ളിക്കാരൻ വള്ളസദ്യയുടെ ക്യാപ്റ്റനാണ്. അപ്പം പുള്ളി മണിയൊക്കെ ഇട്ടാൻ വേണ്ടി ഇവിടെ വന്നതാണ്. അതാ മണി ഇതായിരിക്കുന്നു. ഇവിടെ ഉള്ളവർക്കൊരു വികാരമാണ് ഈ വള്ളംകളി ഓണം എന്നൊക്കെ പറയാം. അപ്പം ആ പുള്ളിക്കാരൻ തന്നെ ഒരു വള്ളത്തിന് ക്യാപ്റ്റൻ, സദ്യയുടെ ക്യാപ്റ്റനൊക്കെ. അപ്പം പുള്ളിക്കാരൻ ലീവിന് കറക്റ്റ് വരുന്ന ഈ സമയത്ത് ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. അവർക്കൊരു വികാരമാണ് ഈ സംഭവം, മനസ്സിലായോ ഗൈസ്? ഞാൻ കുറേ നേരം കൊണ്ട് ജീഷനെ വിളിച്ചായിരുന്നു, വള്ളത്തിൽ എന്താണ് കെട്ടുന്നത്. അപ്പം ഒരു ഉറക്കം വരുന്നത് പറഞ്ഞ് വണ്ടി കിടന്ന് ഷോയും ഉറക്കമായിരുന്നു. ഇപ്പം വന്നപ്പോൾ അവരോട് എന്തൊക്കെ ഡൗട്ടൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അവരെ പഠിപ്പിക്കുമായിരിക്കും കേട്ടോ, വള്ളം ഇങ്ങനെയല്ല തിരിച്ചു വെക്കണമെന്നൊക്കെ പഠിപ്പിക്കുമായിരിക്കും. ഇവിടെ വേറൊരു പൊട്ടൻ ചുണ്ടൻവള്ളത്തിൻ്റെ അറ്റത്ത് പോയി നിൽക്കുമോ. മറിഞ്ഞു വീണായിരുന്നെങ്കിൽ സൂക്കടങ്ങ് തീർന്നേനെ. നീന്താ അറിഞ്ഞാൽ അതിലൊരു തുണിയെല്ലാം നനയത്തില്ലയോ? പോട്ടെ വീണേ ഭഗവാനെ, മറിഞ്ഞു വീണേ. നമ്മൾ ഈ വള്ളം ഇവിടെ നിന്ന് എടുക്കുന്നതിന് മുമ്പ് അമ്പലത്തിൽ രാവിലെ 7 മണിയാകുമ്പോൾ ഒരുപാട് ചടങ്ങുകൾ, പറന്നിറയ്ക്കൽ, അവിടെ കുറേ പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പൂജ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇവിടെ വന്നിട്ട് ബാക്കി വള്ളമൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ അമ്പലത്തിലോട്ട് പോകുന്നത്. ഗൈസ്, അങ്ങനെ ഇവിടെ ഒരുക്കങ്ങൾ കാര്യങ്ങളൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുക. നമ്മൾ വിചാരിക്കുന്നില്ല കേട്ടോ, ഒരുപാട് പരിപാടി ഉണ്ട് അതിനകത്ത്. ഒരുപാട് പരിപാടി ചെയ്യാനുണ്ട്. ഒരുപാട് ആൾക്കാർ വന്നു. അങ്ങനെ നമ്മളിവിടെ ഇതാണ്ട് ബാക്കി ഒരു ചുണ്ടൻവള്ളം വരുന്നുണ്ടോ. ഇന്ന് മൊത്തം 3 ചുണ്ടൻവള്ളമാണ് വരുന്നത്. ഒരെണ്ണം തോന്നുമായിരുന്നു. സത്യം പറയാമല്ലോ, ഇവരുടെ വള്ളപ്പാട്ട് കേൾക്കാൻ ഭയങ്കര രസമാണ്. എങ്ങനെയാണെന്ന് പറയുന്നത് എനിക്കറിയത്തില്ല. ഒരു പ്രത്യേക രസമാണ്, ഒരു വൈബിലാണ് പാടുന്നത്. ഭയങ്കര എനർജിയിലാണ് ഇവരത് പാടുന്നത്. നമ്മൾ ചൂടുന്നേ പറ്റത്തുള്ളൂ. ഗൈസ്, അങ്ങനെ എല്ലാവരും വള്ളത്തിൽ കയറുന്ന ഒരു സംഭവമാണിത്. എല്ലാവരും കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാദ്യം ഒരു വള്ളം പോയില്ല, ആ വള്ളത്തിൽ വന്ന ആൾക്കാരെ സ്വീകരിച്ചുകൊണ്ട് പോകുന്ന സീനാണ് നമ്മൾ കാണുന്നത്. ഇതുപോലെ നമുക്ക് നമ്മുടെ വള്ളം വരുമ്പം പോയി സ്വീകരിച്ചുകൊണ്ട് വരണം. ഗൈസ്, മഴയൊന്നും ഇവർക്കൊരു പ്രശ്നമേ ഇല്ല. മഴയൊക്കെ നല്ല അറുമതിച്ച് സെറ്റായിട്ടാണ് തൊഴിയുന്നത്. അവിടുന്ന് വള്ളം എടുത്തിട്ട് അമ്പലത്തിൻ്റെ അടുത്ത് വന്നപ്പോഴത്തേനും കിടിലം മഴ, അടിപൊളി. ഗൈസ്, അങ്ങനെ ഇതാണ് വള്ളസദ്യയുടെ സെറ്റപ്പ്. എത്ര കൂട്ടങ്ങൾ, ഒരുപാട് കൂട്ടം കറികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ രാവിലെ നേരത്തെ ചാടി കയറി ഇവിടെ വീഡിയോസ് എടുക്കാൻ വേണ്ടി ചാടി കയറിയതാണ്. ഇതാണ് സെറ്റപ്പ്. അങ്ങനെ ചടങ്ങുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ഒരുപാട് ചടങ്ങുകൾ കഴിഞ്ഞാൽ അത് എടുക്കാൻ പറ്റിയത് വർക്ക് എടുക്കുന്നുണ്ട്. ഒരുപാട് പാട്ട് കാര്യങ്ങൾ. എന്നിട്ട് ഈ വള്ളം എടുത്തുകൊണ്ട് ഇനി ഇവർ പോവാം. പഴയ സ്ഥലത്ത് തന്നെ ഈ വള്ളം കൊണ്ടിടും. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കാൻ നല്ല രസമായിരിക്കും. ചാച്ചോടെ പേര് അക്ഷരം വിടരുത്, റീൽ ഇത് സംസാരിക്കട്ടെ. ഗൈസ്, അങ്ങനെ വർക്ക് കഴിഞ്ഞു. കുറച്ച് പാടാ, 3 മണി വരെ ഉണ്ടായിരുന്നു. അപ്പം നിൽക്കാൻ തുടങ്ങിയതാണ്. ഞാൻ ഒത്തിരി നേരം പണിയെടുത്തു. ചിച്ചിച്ചണ്ട പിന്നെ കുറച്ച് നേരം ഇരിക്കുമായിരുന്നു. ഇവനിരിക്കും. ഞാൻ ഒരുപാട് ഷോർട്സ് കാര്യങ്ങൾ, ഒരു വീഡിയോ കുറച്ച് ഞാൻ എടുത്ത്. അപ്പോൾ ഞാനാദ്യം വർക്ക് എടുത്തത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ പോവാം.
അപ്പൊ അന്നത്തെ വിശേഷങ്ങൾ എത്ര എന്ത് പരിപാടി എന്ത് വൈകിട്ട് എന്തോ പറ എന്നിട്ട് ഇത് പറ ടാറ്റ പറ. ഓ എന്റെ മോനെ ഇപ്പൊ ഇടിച്ചേനെ.